ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യത്തെ 15 ചോദ്യത്തിൽ വന്ന ചോദ്യങ്ങൾ: 1 ബൈപോളാർ സിസ്റ്റം, 2 ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്, 3 ക്യോട്ടോ പ്രോട്ടോക്കോൾ, 4 മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, 5 ഐഡിയോളജി, 6 ഗ്ലോബലൈസേഷൻ, 7 സോവർണിറ്റി, 8 ടെററിസം, 9 വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, 10 ഗാട്ട്, 11 NPT, 12 ഡിസ്പോറ, 13 ഗ്ലോബൽ സോഷ്യൽ മൂവ്മെൻറ്റ്, 14 യൂറോപ്യൻ യൂണിയൻ, 15 നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഇത്രയുമാണ് 15 ചോദ്യത്തിൽ വന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ ബിയിൽ വന്ന ചോദ്യങ്ങളാണ്. 16-ാമത്തെ ചോദ്യം ഇവാലുവേറ്റ് ഫങ്ഷൻസ് ഓഫ് വേൾഡ് ബാങ്ക്. 17-ാമത്തെ ചോദ്യം ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ദ സ്റ്റേറ്റ് സോവർണിറ്റി. 18 എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് UN. 19 എക്സ്പ്ലെയിൻ ദ മേജർ പ്രൊവിഷൻസ് ഓഫ് CTBT. 20 റൈറ്റ് എ നോട്ട് ഓൺ WTO. 21 ക്രിട്ടിക്കലി എക്സാമിൻ ദ റൂൾ ഓഫ് SAARC ഇൻ സൗത്ത് ഏഷ്യ. 22 അനാലിസിസ് ദ മേജർ കോസസ് ഓഫ് ടെററിസം. 23 കമൻറ്റ് ഓൺ ചൈന ആസ് ആൻ എമേർജിംഗ് പവർ. ഇത്രയുമാണ് സെക്ഷൻ ബിയിൽ വന്ന ചോദ്യങ്ങൾ. സെക്ഷൻ സിയിൽ വന്ന ചോദ്യങ്ങൾ എസ് എ ക്വസ്റ്റ്യനായിട്ട് വന്നത്: 24-ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ റൂൾ ഓഫ് US ഇൻ ദ കണ്ടംപററി വേൾഡ് ഓർഡർ. സമകാലിക ലോകത്തെ അമേരിക്കയുടെ റോളാണ് 24-ാമത്തെ ചോദ്യം. 25-ാമത്തെ ചോദ്യം ക്രിട്ടിക്കലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോളിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് എഴുതാൻ വേണ്ടിയാണ് 25-ാമത്തെ ചോദ്യം. 26-ാമത്തെ ചോദ്യം ഡിസ്കസ് ദ റെലവൻസ് ഓഫ് UNO ഇൻ ദ പ്രസൻറ്റ് വേൾഡ്. യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ്റെ UNOയുടെ പ്രസൻറ്റ് വേൾഡിലെ അതിൻ്റെ റെലവൻറ്റിനെ കുറിച്ചാണ് 26-ാമത്തെ ചോദ്യം. 27-ാമത്തെ ചോദ്യം എന്യൂമറേറ്റ് ദ റെലവൻസ് ഓഫ് വേരിയസ് ക്ലൈമറ്റ് ചേഞ്ച് ട്രീറ്റീസ് ഇൻ പ്രിവെൻറ്റിങ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റീസിനെ, വ്യത്യസ്തമായ ക്ലൈമറ്റ് ചേഞ്ച് ട്രീറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി, അതിൻ്റെ റെലവൻസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയാണ് 27-ാമത്തെ ചോദ്യം.